നമസ്കാരം, ഞാൻ ആശ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സംഘർഷത്തിനിടയിലെ കൈകോർക്കൽ. അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കെ G20 ഉച്ചകോടിയിൽ മോദി ഷീ ജിൻപിങ് അപ്രതീക്ഷിത കൂടിക്കാഴ്ച. പരസ്പരം ഹസ്തദാനം നടത്തിയ ഇരു നേതാക്കളും അതിർത്തി പ്രശ്നം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ സംസാരിച്ചതായി വിദേശകാര്യ വക്താവ്. ബ്രിക്സ് നേതാക്കളുടെ ചർച്ചയിൽ ഭീകരവാദത്തിനു പുറമെ തീവ്രവാദം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ സംബന്ധിച്ച ചർച്ചകളും. ഭീകരവാദത്തെ ലോകത്തുനിന്ന് തുടച്ചു നീക്കാൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിനെതിരെ കൂട്ടായ ശബ്ദമുയരണം. പരാമർശം ജർമ്മനിയിലെ G20 ഉച്ചകോടിയിൽ. ഇന്ത്യയിലെ ചരക്കു സേവന നികുതി 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമെന്നും വിശദീകരണം. കുരുക്കുമുറുക്കി കോടതിയും. കൊച്ചിയിൽ നടി അക്രമത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കസ്റ്റഡി റദ്ദാക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം തള്ളി കോടതി. സുനിക്ക് പോലീസ് മർദ്ദനമേറ്റെന്ന പ്രതിഭാഗം ആരോപണം മുഖവിലക്കെടുക്കാത്ത കോടതി അഭിഭാഷകനുമായി സംസാരിക്കണമെന്ന ആവശ്യത്തിനും അംഗീകാരം നൽകിയില്ല. കേസിൽ അന്വേഷണത്തിന്റെ ഗതി മാറ്റി സഹതടവുകാരുടെ മൊഴിയിലെ വൈരുദ്ധ്യം. സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചന ദിലീപിന്റേതായിരിക്കാമെന്ന സഹതടവുകാരൻ വിഷ്ണുവും ദിലീപിന് പങ്കില്ലെന്ന് വിപിൻ ദാസും. ജയിലിൽ വെച്ച് കത്തെഴുതിയത് അധികൃതരുടെയും പൾസറിന്റെയും ഭീഷണിയെ തുടർന്നെന്ന് പ്രതികരണം. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ തെളിവുകൾക്ക് കൂടുതൽ സ്ഥിരീകരണം തേടി പോലീസ്. ഫോൺ വിളി കേസിൽ എറണാകുളം സ്വദേശി സനൽ P. മാത്യുവിനെ ഒഴിവാക്കി അന്വേഷണ സംഘം പ്രതി ചേർത്തത് വട്ടേക്കുന്ന് സ്വദേശി അരവിന്ദനെ. പ്രതികരണവും തിരുത്തും. നടിയെ ആക്രമിച്ച കേസിൽ TP സെൻകുമാറിന്റെ വിമർശനങ്ങളെ തള്ളി ലോക്നാഥ് ബെഹ്റ. അന്വേഷണം ശരിയായ ദിശയിൽ, വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഉദ്യോഗസ്ഥ സംഘം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ബെഹ്റ. വിശദീകരണം. സെൻകുമാറിന്റെ വിമർശനങ്ങൾക്കെതിരെ B. സന്ധ്യയുടെ പരാതിയിൽ നൽകിയ മറുപടി കത്തിൽ ദിനേന്ദ്ര കശ്യപിന് പരാതിയുണ്ടെന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും പോലീസ് മേധാവി. ബെഹ്റയുടെ വിമർശനത്തിന് പിന്നാലെ ആരോപണത്തിൽ വിശദീകരണവുമായി TP സെൻകുമാർ. വാരികയിൽ വന്നത് അർത്ഥസത്യങ്ങൾ. തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു. പറഞ്ഞത് ചോദ്യം ചെയ്ത ദിവസം തെളിവില്ലായിരുന്നു എന്ന്. തെളിവ് ശേഖരണം പൂർത്തിയാക്കിയ ശേഷം വേണമായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യേണ്ടിയിരുന്നതെന്നും പ്രതികരണം. കണ്ണുരുട്ടി ഐസക്. സംസ്ഥാനത്ത് GSTയുടെ മറവിൽ നടക്കുന്ന കൃത്രിമ വിലക്കയറ്റത്തിനെതിരെ ആഞ്ഞടിച്ച് ധനമന്ത്രി തോമസ് ഐസക്. ചരക്കു സേവന നികുതിയുടെ പേരിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പ്രതികരണം. GST നടപ്പിലായിട്ടും പല സാധനങ്ങൾക്കും വില കുറയ്ക്കാൻ കടയുടമകൾ തയ്യാറാകില്ലെന്ന പരാതികൾ വ്യാപകമായ സാഹചര്യത്തിൽ ചരക്കു സേവന നികുതി പ്രാബല്യത്തിലായതോടെ പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളിൽ വില കുറഞ്ഞത് 52 ഇനങ്ങൾക്ക്. GSTയിൽ ഉൾപ്പെടുത്താത്ത കോഴിയിറച്ചിയുടെ വില വർധന അംഗീകരിക്കാനാവില്ല. തിങ്കളാഴ്ച മുതൽ കോഴിയിറച്ചി കിലോയ്ക്ക് 87 രൂപയ്ക്ക് തന്നെ വിൽക്കപ്പെടുമെന്നും തോമസ് ഐസക്. അതേസമയം ഇറച്ചി വില വർധനവിന് പിന്നിൽ ചരക്കു സേവന നികുതിയല്ലെന്ന് വ്യാപാരികൾ. പൗൾട്രി ഫാമുകൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതം. വിനയായത് GSTയുടെ വരവോടെ കോഴിവില കുത്തനെ ഇടിയുമെന്ന ആശങ്കയിൽ കേരളത്തിലെ കർഷകർ ഉൽപാദനം കുറച്ചതും സാഹചര്യം മുതലെടുത്ത് തമിഴ്നാട് ലോബി വൻ വർധനവ് വരുത്തിയതും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.